അറിഞ്ഞോ അറിയാതെയോ കുട്ടികളോട് മാതാപിതാക്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഭാവിയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്ന കുറച്ചു കാര്യങ്ങൾ മാത്രം നോക്കാം. ഒന്നാമതായി, കുട്ടികളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കൾ വഴക്കിടുന്നത്. കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ വഴക്കടിക്കുമ്പോൾ അത് അവരുടെ കുഞ്ഞു മനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ചില കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. ചില കുട്ടികൾ പേടിച്ച് എന്തിനോടും ഭയമുള്ളവരായി മാറുന്നു. മറ്റൊരു വിഭാഗം കുട്ടികളിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും കാണുവാൻ സാധിക്കും. പേരൻസിന് പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് കമ്പയർ ചെയ്യുന്നത്. പല കാര്യങ്ങളിലും സ്വന്തം കുട്ടികളെ തമ്മിലോ മറ്റു കുട്ടികളുമായോ കമ്പയർ ചെയ്യുന്നത് പല പേരൻസും ശീലമാക്കിയ കാര്യമാണ്. ഇത് കുട്ടികളെ മിടുക്കരാക്കുവാനാണെന്നാണ് വാദം. എന്നാൽ ഇതുമൂലം കുട്ടികൾ നിങ്ങളെ വെറുക്കുകയും നിങ്ങൾ പറയുന്നതിനോടെല്ലാം അവഗണന കാണിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ചില കുട്ടികൾ ആ മേഖലയിൽ തന്നെ വീണ്ടും മോശമാകുന്നു. ചില കുട്ടികൾക്ക് കമ്പയർ ചെയ്യുന്ന കുട്ടിയോട് വെറുപ്പും ദേഷ്യവും കൂടി അതൊരു വയലൻസിലേക്ക് വരെ എത്തുവാൻ കാരണമാകുന്നു. മറ്റൊരു കാര്യമാണ് എന്ത് കാര്യത്തിനും കുട്ടികളോട് നോ പറയുന്നത്. എന്ത് കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോഴും വേണ്ട, ചെയ്യരുത് എന്ന് കേട്ട് വളരുന്ന കുട്ടികൾ എപ്പോഴും നെഗറ്റീവ് സ്വഭാവമുള്ളവരാകാം. ഫോർ എക്സാമ്പിൾ, കുട്ടികൾ നടക്കുവാൻ തുടങ്ങുന്ന സമയത്ത് പേരൻസ് അവരെ വല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വീഴും വീഴും എന്ന് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ സ്കിൽ ഡെവലപ്പ് ആവാൻ തന്നെ ഡിലേ വരുന്നതായി കാണുന്നു. അതുപോലെ സ്വയം ഭക്ഷണം കഴിക്കുവാൻ അനുവദിക്കാതിരിക്കുക, തറയിൽ വീഴും, കുട്ടി കണ്ണിൽ പുരട്ടും എന്നൊക്കെയുള്ള കാരണങ്ങളാണ് പലപ്പോഴും പേരൻസ് പറയാറുള്ളത്. ഇതെല്ലാം തന്നെ കുട്ടിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി കുറച്ച് മുതിർന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എല്ലാത്തിനും തടസ്സം പറയുമ്പോൾ അത് പേരൻസിനെ അറിയാതെ ചെയ്യുവാൻ തുടങ്ങുന്നു. അതുകൊണ്ട് നോ പറയുന്നതിനോടൊപ്പം എന്തുകൊണ്ട് നോ പറഞ്ഞു എന്ന് കുട്ടിക്ക് വ്യക്തമാക്കി കൊടുക്കുക. നോ എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്ന് നമ്മൾ പേരൻസ് ബോധവാന്മാരായിരിക്കണം. റിമെമ്പർ, ചൈൽഡ് ഈസ് എ സയന്റിസ്റ്റ്. ദേ ലേൺ ത്രൂ എക്സ്പെരിമെന്റ്സ്. മറ്റൊരു കാര്യമാണ് കുട്ടികളെ അവോയ്ഡ് ചെയ്യുന്നത്. ഇത് മിക്ക പേരൻസും ചെയ്യുന്ന ഒരു വലിയ തെറ്റ് തന്നെയാണ്. കുട്ടികൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ജോലികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പിന്നീട് അവർ നമ്മളെ ഒരു കാര്യത്തിനും അപ്രോച്ച് ചെയ്തെന്ന് വരില്ല. തനിക്ക് കിട്ടാത്ത പരിഗണന മറ്റൊന്നിന് കൊടുക്കുന്നത് കാണുമ്പോൾ കുട്ടികൾ നമ്മളെ വെറുക്കുവാനും തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള കുട്ടികളിൽ അനുസരണക്കേടും വാശിയും സ്വാഭാവികമാണ്. മറ്റൊരു കാര്യം കുട്ടികൾക്ക് ഗാഡ്ജറ്റ്സ് കൊടുക്കുന്നതാണ്. മാതാപിതാക്കൾ അവരുടെ ജോലികൾ തടസ്സമില്ലാതെ നടക്കുവാനായി കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥിരമായ കാഴ്ച തന്നെയാണ്. അമിതമായ സ്ക്രീൻ ഉപയോഗം കുട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. പേരൻസിനേക്കാൾ സ്ക്രീനിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരായി പല കുട്ടികളും മാറിയിരിക്കുന്നു. മറ്റൊന്നാണ് ഫോൾസ് പ്രോമിസസ്. നടത്തുവാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് പേരൻസിനോടുള്ള വിശ്വസ്തത കുറയ്ക്കുന്നു. അടുത്തത്, കുട്ടികൾക്കായി മാത്രം സമയം ചിലവഴിക്കാത്തതും നമ്മുടെ വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. പേരൻസ് ഇപ്പോൾ ബിസി പേരൻസ് എന്ന ലേബലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കായി സമയം കണ്ടെത്തുവാൻ പേരൻസിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർക്കായി സമയം കണ്ടെത്തുകയും പരിഗണിക്കുകയും ചെയ്യുന്നിടത്തേക്ക് അവർ അടുക്കുന്നു. മറ്റൊരു തെറ്റാണ് കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ശകാരിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ശകാരിക്കുമ്പോൾ അവരുടെ കുഞ്ഞു മനസ്സ് ഒരടി കിട്ടുന്നതിനേക്കാളും വേദനിക്കുമെന്ന് മനസ്സിലാക്കുക. കുട്ടികൾക്കും അഭിമാനമുണ്ട്. അതിന് ക്ഷതമേൽപ്പിക്കുന്നവരെ അവർ അത്ര അധികം വെറുക്കുകയും ചെയ്യും. അതിൽ ഒരാൾ പേരന്റ് തന്നെ ആകാതിരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കുട്ടികളുടെ മുന്നിൽ വെച്ച് നുണ പറയുന്നതാണ്. കുട്ടികളോടോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോടോ കള്ളം പറയുമ്പോൾ അവരുടെ മനസ്സിലും കള്ളത്തരം കുത്തി നിറയ്ക്കുന്നതിന് തുല്യമാണ്. അവരും അവരുടെ ആവശ്യങ്ങൾക്കായി കള്ളങ്ങൾ പറയുവാൻ തുടങ്ങുന്നു. ഫോൺ എടുത്ത് വീട്ടിലുള്ളപ്പോൾ തന്നെ ഞാൻ വീട്ടിലില്ല എന്ന് കള്ളം പറഞ്ഞിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. ഇത് കേൾക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് കള്ളം പറയുക എന്നത് അത്ര തെറ്റായി തോന്നുകയുമില്ല. ആരും കാണാതെ ഒരു ചെടി മോഷ്ടിക്കുമ്പോൾ ഒരു കുഞ്ഞു മോഷ്ടാവിനെ സൃഷ്ടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തൊരു മിസ്റ്റേക്കാണ്
കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുവാനായി അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നത്. ഇത് ചെറിയ കുട്ടികളുള്ള പേരൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് തന്നെയാണ്. സമയത്തിന് അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആവശ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദാഹിക്കുന്നതിന് മുമ്പ് തന്നെ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുന്നതും വിശക്കുന്നതിന് മുമ്പ് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നതും എല്ലാം ചോദിക്കുവാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രവണത ചില കുട്ടികളിൽ സംസാരത്തിൽ തന്നെ ഡിലേ ഉണ്ടാക്കുവാനും കാരണമാകുന്നു. ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നതിൽ വളരെ ചുരുക്കം മിസ്റ്റേക്കുകൾ മാത്രമാണ്. ഇവയെല്ലാം തന്നെ കുട്ടികളുടെ സ്വഭാവത്തിലും വളർച്ചയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുക. പ്ലീസ് ട്രൈ ടു ബി എ റോൾ മോഡൽ ഫോർ യുവർ ചൈൽഡ്.